കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക്. ജില്ലാ പോലീസ് മേധാവി നേരിട്ടെത്തി പരിപാടി നിർത്തിവെപ്പിച്ചു. ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. കൂടുതൽ വിവരങ്ങളുമായി ഫൈസലുണ്ട്. ഫൈസൽ, പരിപാടി പിന്നീട് തുടർന്നോ? എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, ഇന്ന് രാത്രിയാണ് ഹനാൻ ഷായുടെ സംഗീത പരിപാടി ഇവിടെ ഈ ഒരു പ്രദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നത്. വലിയ തിരക്കായിരുന്നു. ഇതിലേക്ക് ചെറിയൊരു ഗ്രൗണ്ടാണ്, അധികം ആളുകൾക്ക് ഇവിടെ കൂടാൻ സൗകര്യമില്ലാത്ത ഒരു ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് പുറത്തുമുണ്ടായിരുന്നു ആളുകൾ കയറാൻ വേണ്ടി. അങ്ങനെയാണ് ഈ ഹനാൻ ഷായുടെ കാസർഗോഡ് പരിപാടിക്കിടെയാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം 30ഓളം പേരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. പ്രശ്നം എങ്ങനെ തുടങ്ങിയെന്ന് നോക്കാം. ഏകദേശം 3000 പേർക്കാണ് അതിൽ എൻട്രി ഉണ്ടായിരുന്നത്. അത് ഓൺലൈനായിട്ട് ഓൾറെഡി ടിക്കറ്റ് സെല്ല് ചെയ്ത്. അതിനുശേഷം അങ്ങോട്ടേക്ക് വന്നത് 25,000-ഓളം പേരാണ്. അപ്പം ഒന്ന് ആലോചിച്ച് കാണാം അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്. അത് ഇപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടാവുകയാണ്. ഈ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ഇപ്പോൾ ഹനാൻ ഷാ എന്നുള്ള പേര് കണ്ടാൽ തന്നെ ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ. കുട്ടികൾ 2K വേറെ റേഞ്ചാണ്. അവർ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഈ സംഘാടകർ ചെയ്ത പൊട്ടത്തരം, ചെയ്ത ക്രൂരത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കാൻ നോക്കി. അത് ഏകദേശം 100 രൂപ 200 രൂപ 100 രൂപ എന്താണ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് കൊടുത്ത് ആ ഒരു ഏരിയ ഫുള്ളായി. പിന്നീട് വരുന്നവർക്ക് കാണാൻ പറ്റണ്ടേ, എൻട്രി ചെയ്യാൻ പറ്റില്ല അങ്ങടേക്ക്.